ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിക്ക് അടുത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു ബേർഡ് സാഞ്ചുറിയാണ്. നമ്മളെ വനം വകുപ്പിൻ്റെ കീഴിലുള്ള അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ഇവിടെ. ഓക്കെ, അങ്ങനെ ഞങ്ങളെ വണ്ടി പാർക്കിംഗ് ചെയ്തു. പാർക്കിങ്ങിന് ചെറിയൊരു ചാർജ് ഈടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി. ഇവിടെ ഒരു എൻട്രി ഫീസ് ഒരു 10 രൂപ നമ്മൾ പേ ചെയ്യണം ഒരാൾക്ക് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അടിപൊളി, നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇവിടെ. നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടുകൾ ഇവിടെ എത്തി. ഞങ്ങൾ 4 പേര് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു 4 വേറെ സെപ്പറേറ്റ് ഫാമിലിയും കൂടി ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ 8 പേരായിട്ട് പോണത്. അപ്പം അങ്ങനെ ആൾക്കാരില്ല വിചാരിച്ചിട്ട് വരാതെ നിൽക്കണ്ട. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ നമുക്ക് പോകാൻ കഴിയും. ചാർജ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോണിക്ക് 1000 രൂപയാണ്. 8 അഡൽസ് 2 കുട്ടികൾ, അങ്ങനെ കേട്ടോ അതിൻ്റെ കണക്ക്. കണ്ടോ, ഒരു കൊക്ക് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിലുള്ളൂ. പിന്നെ നമ്മൾ ഈ വഞ്ചിയിൽ ഇങ്ങനെ പോയി കടലും പുഴയും കൂടി ഇങ്ങനെ ചേർന്നൊരു സ്ഥലമൊക്കെയാണ് ഇവിടെ. മീനൊക്കെ ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. പിന്നെ നല്ല രസമാണ്, ഒരു വൈബാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വലിയ സമയത്ത് തന്നെ വരണം. ഈ വെള്ളർക്കത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രസം കിട്ടൂല. പക്ഷെ തോണിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അത് ശരിയാ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ തോണി ഇങ്ങനെ പോകുമ്പോൾ, ഇത് പണ്ട് നമ്മളെ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ഥലമാണിത്. അപ്പോൾ ഒരു സെറ്റപ്പാക്കി റെഡിയാക്കി. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിപ്പം ഞങ്ങൾ പോയ സമയം ഒരു ഉച്ച സമയമൊക്കെയാണ്. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ കൂടി ഉള്ളോട്ടൊന്നും വെയിൽ അലക്കില്ല വല്ലാണ്ട്. പക്ഷേ രാവിലെയൊക്കെയാണ് ഈ വെള്ളം വെയിലിൻ്റെ സമയം, നല്ല രസമാവും. പിന്നെ ഈ കാണുന്നതാണ് കണ്ടൽക്കാടുകൾ. പലതരം കണ്ടൽക്കാടുകളുണ്ട്. എന്തൊക്കെയോ അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അതിലൊരു നക്ഷത്ര കണ്ടൽക്കാടുണ്ട്. അതിൻ്റെ പേര് ഓർമ്മ നിൽക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തോന്നിപ്പോയില്ല, കാരണം അവിടേക്ക് വെള്ളം വല്ലാതെ കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര, തോണിക്കൂട്ടുള്ള യാത്ര അങ്ങനെ പോകണം. ഒരുപാട് തോണിയുണ്ട് കേട്ടോ. ഈ തോണി മാത്രമല്ല, ഒരു 10-15 തോണികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ തോണിയുള്ള ആൾക്കാർ കയറുന്നുണ്ട്. ഞങ്ങൾ പോയത് ഒരു വിഷുവിൻ്റെ ദിവസമായിരുന്നേ. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു. ഈ കടൽക്കാടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, എന്താ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തോണി ഇങ്ങനെ പോകുന്തോറും ഞങ്ങൾക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൂടി. പിള്ളേരുകളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് ഇത് വേറൊരു വൈബ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുമ്പം ഇതിൻ്റെ വേര് ഇത്ര സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊരു മരത്തിൻ്റെ വേരിൻ്റെ സ്ട്രോങ് തന്നെ ഉണ്ട് ഈ വെള്ളത്തിലാണെങ്കിൽ കൂടി നിൽക്കുന്നത് എങ്കിൽ കൂടി. പക്ഷെ നല്ല കണ്ണിനും മനസ്സിനും ഒക്കെ നല്ലൊരു സുഖം തോന്നി ഇത് കണ്ടപ്പോൾ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു ചൂടില്ല, നല്ല തണുപ്പ്, നല്ല അടിപൊളി, നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ അങ്ങനെ പുറമേ നിൽക്കണ ചൂടും വെയിലൊന്നുമില്ല ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ. നല്ല തണുപ്പ്, അടിപൊളി. പിന്നെ ഞങ്ങളങ്ങനെ അപ്പുറത്തും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞണ്ട്, ചെമ്മീൻ, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഞണ്ടുകൾ, വെറൈറ്റി ചെമ്മീനുകൾ ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഇതിനെ സ്പെഷ്യലൈസ് നമുക്ക് ഇത് കാണുമ്പോൾ എന്തൊക്കെ തരം ഞണ്ടാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് കാണുമ്പോൾ ഞണ്ട്. പിന്നെ ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയൊരു കിച്ചണാണ്, തട്ടുകട. അന്ന് അത് തുറന്നിട്ടില്ല. ഇവിടെ പുതുതായിട്ട് തുറന്നതായിരുന്നു. ഇപ്പോൾ റിപ്പയർ പണി കാരണം അടവാണ്. അവിടെ ചായ, സ്നാക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടൽക്കാട് വലിയ ഡേഞ്ചറൊന്നുമല്ല കേട്ടോ, അത്ര പേടിക്കാനൊന്നുമില്ല. പിന്നെ ജാക്കറ്റൊക്കെ അവരൊരു പ്രിക്കോഷന് വേണ്ടിയിട്ടിടാൻ വേണ്ടിയിട്ട് പറയണതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് മറ്റേ ഭാഗത്ത് കൂടെ ഇങ്ങനെ നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് തന്നെ എത്തും. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. എന്തായാലും നല്ല രസമായിരുന്നു.
എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം. അതായത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വരണം. കാരണം വെള്ളം വേലി എപ്പോഴാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ ബോട്ടുകാരുണ്ടല്ലോ, പല തോണിക്കാരൻ, ഇവരെ നമ്പർ മേടിച്ചാൽ മതി. എന്നിട്ട് ഇവരെ വിളിച്ച് ചോദിച്ചാൽ മതി. ഇവർക്കാകുമ്പോൾ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയാമല്ലോ. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം. നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ ഒരുപാടായി ഇവിടെ ഈ മലപ്പുറത്ത് ജീവിക്കുന്നത്. ഇങ്ങനെ എടുത്തടുത്തുള്ള സ്ഥലമാണെങ്കിൽ കൂടിയും ഇപ്പോഴാണ് ഞങ്ങളിവിടെ ഇങ്ങനെ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം എല്ലാവരും വരണം. വെള്ളം വേലീൻ്റെ സമയത്ത് വിളിച്ചു നോക്കി വരണം. മിസ് ചെയ്യരുത്. നല്ലൊരു എന്താ പറയുക, ഒരു എക്കോ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം.